ശ്രേഷ്ഠ കാതോലിക്ക ബാവ അഭിവന്ദ്യനായ ആർച്ച് ബിഷപ്പ് മാർ തീത്തോസ് എൽദോസ്, മലങ്കര സുറിയാനി ജ്ഞാനായ അതിഭദ്രാസനത്തിന്റെ ചീഫ് മെട്രോപൊളിറ്റൻ ആൻഡ് ആർച്ച് ബിഷപ്പ് മാർ സെവേറിയോസ് കുര്യാക്കോസ്, നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് റീജിയന്റെ മെട്രോപൊളിറ്റൻ മാർ സിൽവാനോസ് അയ്യൂർ, ജ്ഞാനായ കാതലിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് നെല്ലാമറ്റം, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിന് പ്രിയ സഹോദരി സഹോദരന്മാരെ, മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന 25ാമത് ജ്ഞാനായ കൺവെൻഷന്റെ ഫാമിലി കോൺഫറൻസിന്റെ ജൂബിലി സമ്മേളനത്തിൽ നിങ്ങളെ ഏവരെയും, പ്രത്യേകിച്ച് നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നതായ ഈ കോൺഫറൻസിന്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി ചെറുതെങ്കിലും പറഞ്ഞാൽ അത് അസ്ഥാനത്താവുകയില്ല എന്ന് കരുതുകയാണ്. ഈ അവസരത്തിൽ എന്റെ ഓർമ്മയിൽ വരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകം 25ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളാണ്. 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7ാം മാസം 10ാം തീയതി മഹാബലി കാഹളം ധ്വനിപ്പിക്കണം. എനിക്കറിയുകയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. 7ാം മാസം എന്ന് പറയുന്നത് ജൂലൈ മാസം, 10ാം തീയതി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ്. ജ്ഞാനായ സമുദായത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നത് ഇത്രമാത്രം കൃത്യമായി വേദപുസ്തകപ്രകാരം കടന്നു വന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് ദൈവാനുയോഗമാണ്. പ്രിയമുള്ളവരെ, 1959 കാലം ചെയ്ത കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത ഊബർലി ഹാക്കിമോ എബ്രഹാം മാർ ക്ലീമിയസ് മെത്രാപ്പോലീത്ത ബഹുമാന്യനായ KM സൈമൻ അച്ഛന്റെ സഹകരണത്തോടുകൂടി നോർത്ത് അമേരിക്കയിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആരാധന ആരംഭിച്ചു. അതിന്റെ 50ാം വാർഷികം പൂർത്തിയാകും. അതിനോട് ചേർന്ന് 1982 ആരംഭിച്ചതായ ജ്ഞാനായ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കൺവെൻഷൻ കോൺഫറൻസ്, ഫാമിലി കോൺഫറൻസ്, അതിന്റെ 25ാമത്തെ സമ്മേളനമാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് മലങ്കരയിൽ അവിടെയും ഇവിടെയും ചിതറിപ്പാർത്തിരുന്ന ജ്ഞാനായക്കാരായ ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു ഭദ്രാസനമായിട്ട് രൂപീകരിക്കുകയും 1910 അതിന്റെ പ്രഥമ മെത്രാപ്പോലീത്തായെ വാഴിക്കുകയും ചെയ്തു. അതിന്റെ 100ാം വാർഷികം ആരംഭം കുറിക്കുകയാണ് ഇവിടെ.
ഇതിന്റെ വിശദമായ പരിപാടികൾ നാട്ടിലെ അടുത്തു തന്നെ നടക്കുന്നതാണ്. നോർത്ത് അമേരിക്കയ്ക്ക് അതിന്റെ ആരംഭം കുറിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇതൊരു വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. നാം കടന്നു വന്നതായ പാത എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുവാനും പുതിയ കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ നയിക്കുവാൻ തക്കവണ്ണമുള്ളതായ വിഷൻ, ഇതിന്റെ അധികാര സ്ഥാനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഇനിയും ഇവിടെ കുറിക്കുന്നതായ ആരംഭം വളരെ നാളുകൾ നമ്മൾ മുമ്പോട്ട് നീങ്ങുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ നിയോഗപ്രകാരം നമ്മുടെ പരിപാടികളൊക്കെ നടത്തുന്നതിന് ഈ സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തി മറ്റ് സമൂഹങ്ങൾക്ക് മാതൃകയായി അവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നതായ ചൈതന്യം നമ്മിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായ ശ്രേഷ്ഠ കാതോലിക്ക ബാവ, എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജ്ഞാനായ സമുദായം ഈ ശ്രേഷ്ഠ ആചാര്യൻ ഒരു പട്ടക്കാരനായിട്ട്, ഒരു വൈദികനായിട്ടിരിക്കുന്ന കാലം മുതൽ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും CM തോമസ് അച്ഛൻ. ആ കാലഘട്ടം മുതൽ ജ്ഞാനായ സമുദായവുമായിട്ട് വളരെയേറെ ആത്മബന്ധമുണ്ട്. നമ്മുടെ ഏതാവശ്യങ്ങൾക്കും ഓടിയെത്തുമായിരുന്നു. അതേ സാഹചര്യമാണ് ഈ സമ്മേളനത്തിന് ക്ഷണിക്കുവാനായിട്ട് എനിക്കും അവസരമുണ്ടായത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിനും ഇതിൽ ഞങ്ങളെ ആശീർവദിക്കുന്നതിനും ആവശ്യപ്പെട്ടപ്പോൾ സ്വതസിദ്ധമായ ഭാഷയിൽ എന്നോട് പറഞ്ഞത്, മോനെ ചെമ്മാശനൊന്ന് വന്നോട്ടെ, ആ ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ ആ കാര്യം നിർവഹിക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം അഭിനന്ദനായ സിൽവാനോസ് മെത്രാപ്പോലീത്ത വിളിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. നമ്മളെ അനുഗ്രഹിക്കുന്നതിനും ആശീർവദിക്കുന്നതിനും യോഗത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും പ്രദാനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായ ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ ഈ അവസരത്തിൽ എല്ലാവിധമായ ഭക്തി ആദരവുകളോടുകൂടി നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇതിലേക്ക് അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം ആശംസിക്കുവാനുള്ളത്, നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് അഭിമന്യനായ തീത്തോസ് മെത്രാൻ. തീത്തോസ് തിരുമേനി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതും ഒരു ദൈവനിയോഗമാണ്. എല്ലാ ബഹുമാനത്തോടുകൂടി നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അഭിമന്യനായ തീത്തോസ് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. വീണ്ടും എനിക്ക് സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ വലിയ മെത്രാപ്പോലീത്ത മാർ സേവേറിയോസ് കുറിയാക്കോസ് ആർച്ച് ബിഷപ്പ്. നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായത്തെ ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം നമ്മുടെ ആരംഭം എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ മെത്രാപ്പോലീത്ത എന്ന് പറയുവാൻ സാധിക്കുന്ന മാർ സിൽവാനോസ് അയ്യൂബ് ആർച്ച് ബിഷപ്പ് 50 വർഷത്തെ പഴക്കമുള്ളതായ ഈ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക്